Hello friends, welcome to World Vlogs. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ 240 ml മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് അരിച്ചിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുക്കണം, കട്ടയൊന്നും വീഴാത്ത രീതിയിൽ. അതിനുശേഷം നമ്മളിത് വാഞ്ചോ കേക്കാണ്, നമുക്ക് ചോക്ലേറ്റും വേണം വാനിലയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പകുതി നമുക്ക് ചോക്ലേറ്റിനായിട്ട് കറക്റ്റ് പകുതി കപ്പ് നമുക്കിതിൽ നിന്ന് മാറ്റാം. ബാക്കി പകുതിയും മാറ്റി വയ്ക്കണം. ഇനി നമുക്കിതിലേക്ക് 2 മുട്ടയാണ് എടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്ന് പതുക്കനെ ബീറ്റായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ്. ഇത് നമ്മൾ 240 മെഷറിംഗ് കപ്പിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പകുതിയാണ് നമ്മൾ ഈ ഒരു സ്പോഞ്ചിലേക്ക് ചേർക്കുന്നുള്ളൂ. ബാക്കി പകുതി നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ചിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതും നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് ഇട്ടിട്ടാണ് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പകുതി മാത്രം ചേർത്താൽ മതി, ബാക്കി പകുതി നമുക്ക് മറ്റേ സ്പഞ്ചിലേക്ക് ചേർക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. ഓയിൽ ചേർത്തിട്ട് ഒരുപാട് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് മൈദപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നേരത്തെ ചേർത്തിട്ടുണ്ട്. അത് വളരെ പതുക്കനെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. അതല്ലാതെ ബീറ്റൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഭയങ്കരമായിട്ട് ഹാർഡായി പോവും. അപ്പോൾ അതും ഇതുപോലെ തന്നെ കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കുന്നത്. തണുപ്പില്ലാത്ത പാല് വേണം ചേർക്കാനായിട്ട്. അതിനുശേഷം നമുക്കിത് 1 കിലോത്തിൻ്റെ ടിന്നിലേക്ക് ഇത് ഒഴിക്കുകയാണ്. അപ്പോൾ അത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ നമുക്കതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ഒരു പാൻ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ബാറ്റർ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 35 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ചോക്ലേറ്റ് സ്പഞ്ചിനുള്ള ബാറ്റർ ശരിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വാനില സ്പഞ്ചിന് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. മുട്ട 2 ഇട്ട് ബീറ്റ് ചെയ്തെടുത്തു. അതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു. ബാക്കിയുള്ള പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുത്തു. ഓയിൽ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളത്. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് അതേ 1 ടേബിൾ സ്പൂൺ തന്നെ കൊക്കോ പൗഡറാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും വളരെ പതുക്കനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് പാനിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ മറ്റേ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു നീഡിലോ വെച്ചിട്ട് അതൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതേ പാനിലേക്ക് തന്നെ നമ്മുടെ ചോക്ലേറ്റ് ബാറ്റർ കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതും ഒരു 35 മിനിറ്റിന് ശേഷം നമ്മളെടുത്ത് നോക്കുവാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതും ഒരു നീറ്റിൽ വെച്ച് കുത്തിയിട്ട് അതിലൊട്ടിയൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ ഇതും നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ 120 രൂപയുടെ ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളതൊന്ന് ഇതുപോലെ പതുക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത്. നമ്മൾ അടിയിലെ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് അതിന് മേലെ വെച്ചിട്ട് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാക്കിയിട്ട് നന്നായിട്ട് ഇത് മെൽറ്റായി കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് കുറച്ച് നേരമായി ഇറക്കി വെച്ചിട്ടുള്ള ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വിസ്കും അതുപോലെ നമ്മൾ ചെയ്യുന്ന പാത്രമൊക്കെ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് സ്റ്റിഫ് ആവണ വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മാറ്റണം. നമുക്ക് ആ ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ചോക്ലേറ്റ് ലെയറിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിത് പതുക്കനെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്രീം അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ 2 കേക്കും നമ്മൾ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അടിയിൽ ചെയ്യുന്നത് എപ്പോഴും ചോക്ലേറ്റ് സ്പഞ്ച് ആയിരിക്കണം വെക്കേണ്ടത്. അത് നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ടിട്ടൊന്ന് വെറ്റാക്കുന്നുണ്ട്. അതായത് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വെറ്റാക്കിയ ശേഷം നമ്മൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ആക്കി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിന് മേലേക്കായിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച ശേഷം ഇതിൻ്റെ മേലിതായി ഇതുപോലെ ഒന്നിങ്ങനെ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഫൈനായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വാനിലയുടെ മേളിൽ വാനില ക്രീം വെച്ച് കൊടുക്കണം. അതുപോലെ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ മേളിൽ ചോക്ലേറ്റ് ക്രീം വെച്ച് കൊടുക്കണം. അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫുൾ ലെയറും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ജസ്റ്റ് ഒരു ക്രം കോട്ടിങ് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗനാഷ് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബൗളിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് 100 ഗ്രാം വൈറ്റ് കോമ്പൗണ്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് നേരമൊന്നും വരില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഗനാഷിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ഒരു ഡാർക്ക് കോമ്പൗണ്ട് കൊണ്ടും ഒരല്പം ഗനാഷ് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് 1 സ്പൂൺ വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 30 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ഇട്ടിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് ചെയ്തതുപോലെ തന്നെ മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അല്പം അൺസാൾട്ടഡ് ബട്ടർ കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ 2 ഗനാഷുകളും ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ കേക്കും നമുക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ടേൺ ടേബിളിൻ്റെ മേലിൽ വെച്ചിട്ട് അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മേലയിലായിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്ക് സ്പൂൺ കൊണ്ടിട്ടോ അതല്ലെങ്കിൽ സ്പാച്ചില കൊണ്ടിട്ടോ അങ്ങനെ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് മൊത്തത്തിൽ ആക്കിയെടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ടിൽ നിന്നിട്ട് ഇതുപോലെയുള്ള കുറച്ച് ഗനാഷ് ഒന്നിങ്ങനെ ഇടിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പി. അതിനുശേഷം നമ്മൾ സൈഡൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഒരു ദിവസം ഇരുന്ന അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായവർ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വേൾഡ് വ്ളോഗ് 786 എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. എന്നാലാണ് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി കേക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ മീനൂസ് കേക്ക് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അത് നിങ്ങളൊന്ന് പോയിട്ട് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.